കാണുന്നുണ്ട് രാവിലെ. ഓക്കെ ഓക്കെ. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതെല്ലേ. ആ സച്ചിന്റെ കാര്യം, മറ്റേ ഫുട്ബോളിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. എന്തോ ഗോളടിക്കാൻ മിടക്കന്മാരെന്നുള്ള നല്ല ഉദാഹരണ സഹിതേ തട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ രാഷ്ട്രീയ പ്രബുദ്ധങ്ങൾ, അതായത് ഇപ്പൊ ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെല്ലാം ഈ പെണ്ണ് വിഷയത്തില് പ്രാവീണ്യം എടുത്ത PhD എടുത്താക്കുന്ന ആൾക്കാരാണ്. പിന്നെയില്ലേ സതീശനെ പറവൂർ ശാന്തയുടെ വീഡിയോ ഉണ്ടല്ലോ ഈ കിടപ്പ് ശാന്തയുടെ. പക്ഷെ ഇതിനെതിരായിട്ട് സംസാരിക്കാനായിട്ട് ഈ ആരുമില്ല. അതുപോലെ ശാന്ത പരസ്യമായിട്ട് വന്ന് തെറി പറയുന്നത് കണ്ടിട്ടുണ്ടോ? എന്തോ സാറ് അത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, നമ്മള് ചാനൽ വഴി നമ്മൾ കൊടുത്തായിരുന്നല്ലോ. അല്ല, പറവൂർ ശാന്തയുടെ സംഭാഷണം സതീശന് ആ വീഡിയോ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുത്തായിരുന്നു, ഈ ചാനൽ വഴി തന്നെ കൊടുത്തായിരുന്നോ? നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എന്നിട്ട് ഈ അന്തംകമ്മികൾ ഇതൊന്നും കാണുന്നില്ലേ? അതാണ് സതീശന് അല്ലാത്ത ഈ പിണറായി ഇത് അറിയാൻ ഞാനോ? ഇതിന്റെ അകത്തെല്ലാം ഒത്തുകളിയാണ്. തീർച്ചയായിട്ടും അതല്ല, ഈ സതീശനും പിണറായിയും തമ്മിൽ ഒത്തുകളിയാണല്ലോ, ഭയങ്കര ഒത്തുകളി. രമേശും എല്ലാം ഈ കൂടെ ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇവരെ ക്രൂശിക്കുവല്ലേ ചെയ്തേ? ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയല്ലായിരുന്നോ? പിന്നെ ഈ പാലക്കാട് മാത്രം മതി നിയമസഭയില് പ്രതിപക്ഷത്തിന്റെ ഒറ്റയാൾ മതി. ഈ നിയമസഭയില് കഴിഞ്ഞ നാളില്, അതായത് രാഹുൽ മാങ്കൂട്ടം ഈ കേരളത്തിൽ നിന്നും യുവാക്കന്മാര് ഈ നാട് കടന്ന് അന്യദേശത്തേക്ക് ജോലിക്കായിട്ട് പോകുന്നതിനും പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് രാഹുൽ മാങ്കൂട്ടം അല്ല നിയമസഭയിൽ സംസാരിച്ചത്. ഇതിനെക്കുറിച്ച് ഈ നിയമസഭയില് പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എത്ര വ്യക്തമായിട്ട് സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇവനുണ്ടല്ലോ, ഇവനെന്നും വർക്കൗട്ട് നടത്തി സ്ഥലം വിടുക. 50 ലക്ഷം വർക്കൗട്ട് നടത്തി ഇവൻ പോകുന്ന എന്നാത്തിനോ പിണറായിക്ക് ബില്ല് മുഴുവൻ പാസ്സാക്കി എടുക്കാൻ. ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കാം, 50 ലക്ഷത്തിലധികം ചെറുപ്പക്കാരാണ്, യുവാക്കന്മാരാണ് ഈ നാട് വിട്ടു പോയിരിക്കുന്നത് പഠിക്കാനും അതുപോലെ ജോലിക്കൊക്കെ ആയിട്ട്. ഈ കേരളത്തില് 50 വയസ്സിന് താഴേക്കുള്ള കൃഷിക്കാരായിട്ടുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ? അല്ലെങ്കിൽ 40 വയസ്സിന് താഴേക്കുള്ള ഏതെങ്കിലും കൃഷിക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? എന്താ കാരണം? അതെ, ഇവൻ ഈ വികസന യാത്രയിൽ ഇത് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു 25,000 ഏക്കറിന് മുകളിൽ റബ്ബർ കൃഷി നശിച്ചുപോയി. സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന അറ്റാദായമായിരുന്നു, നല്ലൊരു വരുമാന മാർഗമായിരുന്നു. രാജ്യനിർമ്മിതിയിലെ ഈ റബ്ബർ കർഷകർ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 2 ലക്ഷം ഏക്കർ ഇപ്പം വെട്ടാതെ കിടക്കും. അതാണ് എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നില്ല. ഇവർക്ക് ഈ പ്രായമുള്ള കാരണവന്മാരെ ലോട്ടറി വിൽക്കാനായിട്ട് തെരുവോരങ്ങളിൽ ഇറക്കി വിട്ടിട്ട് അതുവഴി അവരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കുന്നതിന് തുല്യമായിട്ട് ആ പണിയിൽ ചെയ്യുന്നത് 10, 80, 85 വയസ്സുള്ളവരാണ് ലോട്ടറി വിൽക്കാനായിട്ട് തെരുവോരങ്ങളിൽ കൂടെ ഇറങ്ങി നടക്കുന്നത്. അതെ, ഇവന്മാർ എന്നിട്ട് സ്വയം തൊഴിൽ കണ്ടെത്താന്ന് പറഞ്ഞ ഇവന്മാരുടെ സഖാക്കൾക്ക് ഒരു 30 കോടി രൂപ കൊടുത്തു. എനിക്കറിയാം, നമ്മുടെ അടുത്ത് ഒരുത്താന ഒരു സഖാവ്, അവൻ കുറച്ചുനാള് ഇച്ചിരി പോത്തിറച്ചി കൊണ്ടുവന്ന് വിറ്റു. പിന്നെ നിർത്തി. ഇങ്ങനെ ഇവന്മാരെ സഖാക്കൾ ഇവന്മാരുടെ സംരംഭം ഇത്രവാ ഇവരെ ഉണ്ടാക്കിയതേ. അത് 30 കോടി താഴെ ഒറ്റയാണ് തിരിച്ചു കിട്ടുക. 30 കോടി 30 കോടി അവന്മാരെ കൊടുത്തത്. ഈയിടെ ഞാൻ അതിന്റെ കണക്ക് വായിച്ചു. 30 കോടി രൂപ വെറുതെ പാഴാക്കിയേക്കാണ്. അതോ ഇവരുടെ സഖാക്കൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജനങ്ങളുടെ നികുതിപ്പണമല്ലേ? ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ടേ കൊടുക്കുന്നൊന്നും അല്ലല്ലോ. ഇവരുടെ പറമ്പ് ഖനനം ചെയ്തിട്ട് അവര് സ്വർണ്ണമൊന്നും മാന്തി എടുത്തിട്ട് കൊണ്ടേ കൊടുക്കുന്നൊന്നും അല്ലല്ലോ. ഈ ജനങ്ങളുടെ നികുതിപ്പണം അല്ലേ കൊണ്ടേ കൊടുക്കുന്നത്. ഇപ്പോൾ തെരുവോരങ്ങളില് ഒരു ചുവന്ന കൊടി കെട്ടിയാലോ, അതിൽ തോരണം തൂക്കിയാലോ, അത് ഒരു ഫ്ലെക്സ് വെച്ചാലോ, ഹോർഡിംഗ് ബോർഡ് വെച്ചാലോ എല്ലാം ഈ ജനങ്ങളുടെ നികുതിപ്പണമല്ലേ, ഇവരുടെ തറവാട്ടുവകയല്ലല്ലോ. ഈ നേതാക്കന്മാരുടെ ഈ ഭരിക്കുന്ന ആൾക്കാരുടെ തറവാട്ടുവകയല്ലല്ലോ. ഇത് മുഴുവൻ ഊരാളി കൊണ്ടുപോകുക. ഊരാളിക്കാ മുഴുവൻ ഇവന്മാരുടെ ഈ നാട്ടിക്കോടെ ഏതെങ്കിലും റൂട്ടിക്കോടെ സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. മൊത്തം പഞ്ചറൊട്ടി വെച്ചേക്കവാ. പായുടെ നീളത്തിലും അതുപോലെ തന്നെ മുറത്തിന്റെ വീതിയിലൊക്കെ ചുമ്മാ പഞ്ചറൊട്ടി വെച്ചേക്കുവാ. ചുമ്മാ ഇരുട്ടുകൊണ്ട് ഓട്ടടിച്ചേക്കുവാ. അതെ, അതാരും ചോദിക്കാനുമില്ല. അത് ചുമ്മാ ഒരു 6 മാസം കഴിയും പിന്നെയും പോകും. അതാ ഇപ്പൊ കണ്ടില്ലേ, പ്രളയം എന്ന് പറഞ്ഞേ അന്ന് വിരിച്ച ആ പണ്ടിനെ പറ്റി ഇപ്പൊ ഈ സതീശൻ മിണ്ടുന്നുണ്ട്. മിണ്ടിയാലല്ലോ, ഇവര് ജനങ്ങളെ വഞ്ചിക്കുവാണ്. നമ്മള് കഴിഞ്ഞ ഓണത്തിന് കണ്ടതല്ലേ, ഓണസദ്യ ഉണ്ടെന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് വാരി വലിച്ചു കൊടുക്കുന്നത് കണ്ടതല്ലേ. മറ്റവന് ഇടി കൊള്ളുമ്പോ
ഇടി കൊള്ളുന്ന കാണിച്ചോണ്ടിരിക്കുക ആ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ. ഇവരിങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൊളാബ്രിക്കേഷൻ ആണ്. അവര് തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. ആ ഇപ്പൊ ജനങ്ങള് സതീശനെ ഈ കേരളത്തിലെ ജനങ്ങളെ വളരെ ഈ കേരളത്തിലെ ജനങ്ങളെ ഒന്നൊന്നായിട്ട് ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഇവര് കണ്ടില്ല, ഒരു രണ്ടുപേരും പരിധി ഇങ്ങനെ കഴിഞ്ഞ് ഒപ്പം പണം നടക്കാം. കടന്നു വന്നപ്പോഴത്തേനും ഇവര് അതെ ആർഭാട അതെ ജീവിതം അതെ അതെ മന്ത്രി സതീശനെ ഭവനത്തിലേക്കവിടെ സ്ത്രീകളെ അതെ കൊണ്ടുവന്നിട്ട് അതിന് അതെ അസിസ്റ്റന്റുമാരെയൊക്കെ കൂടെ കൂട്ടി അവന്മാരെ അതെ കൊണ്ടൊക്കെ അതെ എന്താ പറയുന്നത്, ഇവരെയൊക്കെ കൂടെ കൂട്ടി ആ കൂട്ടിക്കൊടുപ്പിനായിട്ട് ഈ അതെ ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതെ ഈ അതെ ഈ മന്ത്രിയുടെ കൂടെ ഒത്താശ ചെയ്യുന്ന ജീവനക്കാരെ, അതെ അതെ പേഴ്സണൽ സ്റ്റാഫിനെ ഇവരൊക്കെ അതെ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അതെ അത് ഇപ്പൊ ഏഴര ഒരാള് ഷാപ്പാന്നും പറഞ്ഞു ഇത് രാത്രി 30 സമയത്തല്ല, ഇത് പകല് വെച്ചിരിക്കുന്നു. വല്ല നടന്ന ആവശ്യമുണ്ടോ? സംഭവമാണല്ലോ. ഇത് പകല് നടന്ന സംഭവമാണല്ലോ. അപ്പോൾ ഈ സർക്കാരിന്റെ ശമ്പളം ഈ മന്ത്രിമാരൊക്കെ ഈ ഗണേഷ് കുമാറൊക്കെ പറ്റുന്നുണ്ടല്ലോ. പിന്നില്ലേ അപ്പൊ ആ ഡ്യൂട്ടി സമയത്ത് ഈ ഒരു തോന്നിവാസം കാണിച്ചപ്പോൾ ആ പുള്ളി മന്ത്രിയായിട്ടിരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? എന്തെങ്കിലും ജോഗ്യതയുണ്ടോ? ആ യാമിനി തങ്കച്ചിയുടെ ജീവൻ തല്ലി തകർത്തിട്ട് ഈ ബിന്ദു എന്ന് അതെ പറഞ്ഞ സ്ത്രീനെ ഇവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ട് അതിന് സന്തോഷം കൊടുക്കാൻ സാധിച്ചോ? ഈ ഇല്ല. ഗണേഷ് കുമാറിന് അവരും സാധിച്ചോ? അതെ അവരും നല്ല ഉയർന്ന റാങ്കിലുള്ള സ്ത്രീയാ ആ ഇവര്. ഇവരൊക്കെ എന്നെ അതിന്റെ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. ആ 112 ഈ സംഭവത്തോടനുബന്ധിച്ച് 112 വിളിച്ചു, ഉവ്വ കേസ് കൊടുത്തു, പോലീസുകാരെ വിളിച്ചു പറഞ്ഞു, അതുപോലെ തന്നെ വീണ വിജയനെ വിളിച്ചു പറഞ്ഞു. ഉവ്വ എന്തെങ്കിലും നടപടി പിഴ ഉണ്ടായോ? ഉണ്ടായോ? എന്തെങ്കിലും അതെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടായോ? അതെ അതെ വെറും ഒരു സതീശന് ഇമെയിൽ അതെ പരാതി കാനഡയിൽ നിന്ന് ഒരു സ്ത്രീ അയച്ചപ്പോൾ, സൈൻ അതെ ചെയ്യാതെ അയച്ചപ്പോൾ, അപ്പോൾ അതെ രാത്രിക്ക് രാമായണം പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്ത പിണറായി അതെ പോലീസ് അതെ അതെ എത്ര മിടുക്കനാ! എന്നിട്ട് കേരളത്തിലെ ജനങ്ങളോട്, ഈ അതെ വ്യക്തിക്ക്, ഈ മുഖ്യമന്ത്രിക്ക്, അതെ ഈ പിണറായി വിജയന് എത്ര അതെ പ്രതിബദ്ധതയുണ്ട്? ഈ സ്ത്രീ ജനങ്ങളോട് എത്ര പ്രതിബദ്ധതയുണ്ട്? അതെ അതെ ഏ എന്നിട്ട് ഇന്ന് സതീശന്റെ പത്രസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. ആ അവൻ പറയുന്നത് ഞങ്ങൾ നിലപാട് പറയുന്ന പോലെ ചെയ്യുകയും ചെയ്യും. നിലപാട് എടുത്താൽ ഞങ്ങള് നിലപാട് എടുക്കും, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യും എന്നാ പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ ഇരിക്കുന്ന ആ ഭരണക്കസേല ഇരുന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഇതിനേക്കാളും അനുഭവിക്കാൻ പോകുന്നുണ്ട്. അതെ ജനങ്ങൾ അതെ അനുഭവിക്കും. അയ്യോ അവന് ഇതിലും കഷ്ടം യാതൊരു യോഗ്യതയില്ല ഒരു ഇല്ല ഒരു ഇല്ല. നാട് ഭരിക്കാനായിട്ട്, ഒരു ആ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ല. പക്ഷെ ഇല്ല ഇല്ല. അതിന് പകരം രാഹുൽ ആ മാങ്കൂട്ടം വന്നാൽ ആ അടിമുടിയിൽ കേരളം മാറും. മാറിയേനെ. ആ കാരണം അവൻ ഈ കണ്ടില്ല ഇപ്പോ ഈ ഇപ്പോൾ ഒന്ന് ഈ പ്രതിപക്ഷത്തിന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തോട് വളരെ അധികം അസൂയാണ്, അസൂയ. കുശുമ്പാണ്. ഈ വ്യക്തി അവനെ വളർന്നു വളർത്താൻ വന്നു കഴിഞ്ഞു ഇവന്മാര് കഴിഞ്ഞാല് ഇവർക്ക് ആ കിട്ടാനുള്ള കിട്ടാക്കനികളെല്ലാം നഷ്ടപ്പെടുന്ന വ്യക്തമാണ്. കാരണം ഇവരെല്ലാം അതെ കക്കാനായിട്ടാണ്, ഈ അതെ ഭരണം അതെ ആഗ്രഹിക്കുന്ന ഇവർക്കെല്ലാം കട്ടുമുടിക്കാനായിട്ടാണ്, ഇവരെല്ലാം അതെ കീശ വെറുപ്പിക്കാനായിട്ടാണ്, ഇവർക്ക് അതെ അതെ കുടുംബത്തിലും അടുത്ത 10 തലമുറയ്ക്ക് സമ്പാദിക്കാനായിട്ടുള്ള ഒരു സ്വരുക്കൂട്ടാണ് ഈ കാണിക്കുന്നത്. അതിനുള്ള ഇപ്പൊ വെപ്രാളാണ് കാണിക്കുന്നത്. സതീശന് അതെ ആ സതീശൻ ഒന്നും ഇല്ലാതെ കിടന്ന സതീശൻ ഇപ്പൊ കോടീശ്വരനാണ്. ആ ഏ ഇവർക്ക് എങ്ങനെ ഉണ്ടായി? അതെ മണിച്ചയും തട്ടിപ്പ് ആയിട്ട് വന്നതാ. ആ സ്കൂളിൽ ആ പഠിക്കുന്ന കാലത്ത് പറവൂര് ബ്രെഡ് ബണ്ണും കഴിച്ചിട്ട് പൊക്കോണ്ടിരുന്ന ആൾക്ക് ഇപ്പം നന്മീനെ കഴിക്കത്തുള്ളൂ. അതെ 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 നന്മീൻ ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങുള്ളൂ. അതെ നന്മീൻ വടയായിട്ട് കഴിക്കും, അതെ സുഗീനായിട്ട് കഴിക്കും, അതുപോലെ അതെ തന്നെ ഇത് വറുത്ത് കഴിക്കും. അതെ കറി വെച്ചത് അത്ര ഇഷ്ടമില്ലെന്നാ പറഞ്ഞേ. പിണറായി ഇന്നാളും കണ്ടില്ല ഒരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ സഖാവിന്റെ വീട്ടിൽ ചെന്നിട്ട് ആ ഇതിട്ട് കേര എന്ന് പറഞ്ഞത് ഊണ് കഴിക്കാതെ അവിടെ നേരിട്ടു ആ അല്ല, പിണറായി. ഇവര് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഈ സ്കൂള് തലങ്ങളിൽ കഴിഞ്ഞ പിന്നെ, അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടോ വ്യക്തി? എവിടെയെങ്കിലും അവനും ജോലിക്ക് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്പനി ജോലിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. വീടി തുറക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വീടി തുറക്കാനായിട്ട് ഈ വീടിയുടെ ഇതിന്റെ അറ്റത്ത് വള്ളി, അതായത് വീട് തുറത്ത് കഴിയുമ്പോഴത്തേന് ഈ നൂലിട്ട്, കോട്ട നൂലിട്ട് ചുട്ടിയിട്ട് ഈ കൈക്ക് പിരിച്ചു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ അത് വ്യക്തി ശരി. വേറെ എന്തെങ്കിലും പണി ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ടായി ഇവന്റെ ഈ സാമ്പത്തികം? ജനങ്ങളെ ഇവന്റെ ചൂഷണം അപ്പൻ ചെയ്ത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സമ്പാദിച്ചു. അതെ അതെ കോരൻ പനയും ചെത്ത് നടന്ന കോരനാ ആ അപ്പൻ. അവൻ ചട്ടക്കൊടിയിലേക്ക് കിടന്നവനാ. അവൻ ഇന്ന് എത്ര കോടീശ്വരൻ. ഇന്ന് കിടന്നുറങ്ങാനായിട്ട്, ഒരു ദിവസം കിടന്നുറങ്ങാനായിട്ട് 1,00,000-ലധികം രൂപയുടെ കട്ടിലും കട്ടിലും. ബെഡും. അതെ അതെ ശബരിമലയില് പാ മേടിച്ചത്. വിരിച്ചിട്ട് കിടക്കാൻ മേലേ? അതെ പാ ഒരു വിരിച്ചിട്ട് തഴപ്പായ ഉണ്ടോന്ന് അന്വേഷിച്ചിട്ട് കിടക്കാൻ മേലെ? നമ്മുടെ ഉമ്മൻചാണ്ടി ആയിരുന്നു തഴപ്പായ കിടന്നാണല്ലോ.
അതെ അതെ. ഒരു മടിയും കൂടാതെ ഉമ്മൻചാണ്ടി തഴുപ്പായേ കിടന്നേനെ. അതെ, ഉമ്മൻചാണ്ടി ഈ കഞ്ഞിവെള്ളം കുടിച്ച ഇവന്മാര് മുഴുവൻ ആ കാശ് മേടിച്ചെടുത്തോണ്ട് പോയി. ഈ കമ്മികള്, അതായത് അന്നക്കമ്മികൾ വന്ന ഈ കാശ് മുഴുവൻ സ്വാതന്ത്ര്യമായിട്ട് മേടിച്ചെടുത്തു. സന്തോഷത്തോടു കൂടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ആരെയും പേടിച്ചോ ഭയത്തിണ്ടോ ഒന്നുമില്ല. എവിടെ ഇല്ല. വേണേലും ഇറങ്ങി ചെല്ലുക. അത് ഏത് ജനക്കൂട്ടത്തിൽ ഇറങ്ങുമായിരുന്നു. അതെ അതെ ഇത് അതെ. ഡബിൾ അത് ചങ്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഡബിൾ അതെ ചങ്കിന് ഈ ലോകത്തിലെ ഏറ്റവും പേടിയുള്ള ആളാണ്. ഏറ്റവും അതെ പേടിയുള്ള ആള്. ഈ അതെ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ പേടിയുള്ള ഒരാൾ ഈ ലോകത്തിലില്ല. അതാണല്ലോ ഇല്ല. ഇത്ര അധികം പോലീസ് എസ്കോർട്ടോടുകൂടി, ഈ പോലീസ് അതെ അകമ്പടിയോടുകൂടി ഈ അതെ ഊരിയിട്ടുന്നേ. അതെ. അമേരിക്കക്കാര് തെമ്മാടികളാന്ന് പറയുകയും ചെയ്യും അവിടെ ചെന്ന് ചേരുതെന്ന്. ആ അമേരിക്കൻ തെമ്മാടികൾ എന്നാ ഇപ്പൊ ഈയിടെ പറയുന്നത്. ആ കഴിഞ്ഞ വർഷം ഈ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആ തീട്ടവണ്ടി എന്ത് ചെയ്യും? അതെ അത് മൊത്തം പൊളിച്ചല്ലോ. ഉള്ളതെല്ലാം അഴിച്ച് എല്ലാം ഒതുങ്ങിയല്ലോ. അതെ ആക്രിക്ക് കൊടുക്കാൻ പാകത്തിനാക്കിയല്ലോ. ആ വണ്ടി അത് അത് പിന്നെ ഓടിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ ഓടിച്ചിട്ടില്ല. നികുതിപ്പണം കൊണ്ട് മേടിച്ചതല്ലേ. അതെ 1,10,00,000 രൂപയുടെ വണ്ടിയാണ്. അതെ അതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അത് ഒരു പ്രയോജനമില്ല. ആ അതാണ് ഇത് മുഴുവൻ ദൂരത്തന്നെ. ഇപ്പം ഗണേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു 5000-ത്തിലധികം സ്ത്രീകള് ഏ ആ ഏ പുള്ളിക്ക് കാമുകിമാരായിട്ടുണ്ടെന്ന്. ഇവൻ ആരാ? ഏ ഏ ഈ ഏ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എത്ര മോശമായിട്ടും എത്ര ഹീനമായിട്ടുമാണ് ഈ വ്യക്തി സംസാരിച്ചത്. അതെ 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 അതെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അടിവസ്ത്രത്തിന്റെ വിലയുണ്ടോ ഇവന്? ഇല്ല. ആ മാങ്കോട്ട ഇന്ന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഇന്നേ നല്ല മറുപടി കൊടുത്തു. ഈ കല്യാണവും മാങ്കോട്ട നിയമസഭയിലാവോ? കഴിച്ച് ഒരു സ്ത്രീയുടെ ജീവിതം തല്ലി തകർത്തു. അതെ അതും അതെ ഈ പെണ്ണു വിഷയത്തിലാണ് ഈ ആമിനി അതെ തങ്കച്ചി അതെ ഇട്ടിട്ട് അതെ. ഒഴിവാക്കിയത്. അത് സരിതയായിട്ട് ഈ സരിതയായിട്ടുള്ള അതിനുശേഷം ഇവൻ ഇത് തന്നെയല്ലേ പരിപാടി. അതെ ഇവൻ സരിതയായിട്ടുള്ള ബന്ധം കൊണ്ട് അന്നത്തെ ബന്ധം തകർന്നു. വാളകത്തെ ഇവൻ വീട്ടിൽ ഇവൻ വേശ്യാവൃത്തിയല്ലേ ചെയ്യുന്നേ. അതെ വേശ്യകളെ അതെ കൊണ്ടുവന്നിട്ട് ഇവന്റെ കാര്യസാധ്യത്തിനായിട്ട് ചെയ്യുമല്ലേ. അതെ അതെ. അപ്പൊ ഇവന് എന്നും അവിടെ വേണം. വന്നാക്കുന്ന അതിജീവിതമാരെ ആയിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് അതെ പറഞ്ഞു അതെ വിട്ടത് ഇവൻ. അതെ അതെ. ആ കൂട്ടത്തിനെ വെറുതെ ഇവന്മാരെല്ലാം കൂടി കുടിക്കുക. ഈ സതീശനും ഇവന്മാരെല്ലാം കൂടെ. ആ ആ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ആ നിയമസഭയിൽ ഒരു ശക്തിയായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾക്കെല്ലാം അതെ അറിയാം. ആ ജനങ്ങൾക്ക് നമ്മളെക്കാളും അതെ ബോധമുള്ള ആൾക്കാരാണ്. അതെ. നല്ല കാരണം നമ്മുടെ ചാനലിൽ കൂടെ ഇടുമ്പോ ആൾക്കാര് ഈ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തെന്ന് വന്ന കമന്റുകള്, വന്ന ഷെയറുകൾ. അപ്പൊ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഓ ആ. ഓ ഈ ലോകം സതീശനൊക്കെ ഒരു ഒട്ടക്കാണ്. വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കമന്റ് ഇടാൻ വരെ ഒരു മനുഷ്യൻ തയ്യാറല്ല. പക്ഷേ അതെ രാഹുൽ അതെ. മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളൂ. ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ അവൻ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവിനായിട്ട്. അതെ എന്തുകൊണ്ട് ഈ അതെ കോൺഗ്രസിൽ നിന്ന് ഇവർ പുറത്താക്കി? ഈ അതെ കോൺഗ്രസിലുള്ള ആൾക്കാർക്ക് തന്നെ ഈ വ്യക്തിയോട് അസൂയാണ്, അതെ കുശുമ്പാണ്. അതെ. നമ്മളൊക്കെ ഈ അവനെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ അവനെ സീറ്റ് കൊടുക്കുമോ? ചേട്ടാ, നമ്മളൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നല്ല പഠിക്കുന്ന കുട്ടികളോട്, അതായത് താഴേക്ക് ഇടയിലുള്ള കുട്ടികൾക്ക് അസൂയയില്ലായിരുന്നോ? അതെ മനസ്സിലായോ? അത് തന്നെ. എന്തെങ്കിലും സ്പോർട്സിലുള്ള അതെ കഴിവുകൾ, പാടാൻ കഴിവുള്ള കുട്ടികളോടൊക്കെ ചെറിയ അസൂയ, ചെറിയ അതെ രീതിയിൽ. പക്ഷെ അതെ ഇത് അതെ വലിയ രീതിയിലാന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. ഈയിടെ അതെ രാഹുൽ മാങ്കൂട്ടം വളർന്നു വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം വരെയുടെ പുതുക്കി പണിയും. അതെ അതെ. പുതിയ ഡാം അവന് കൊണ്ട് കുടികൊണ്ട് ഈയിടെ വെക്കും. അവന് ഈയിടെ നിയമസഭയിൽ പോയി കുറെ പ്രസംഗം തട്ടി. ആ അതാ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റാത്തത്. ആ ഈ സതീശനും ചെന്നിത്തലേനും ഒക്കെ ഇവരൊക്കെ അവർക്ക് നിയമസഭയിൽ ഇങ്ങനെ പോയിട്ട് പറയാൻ വായില് അറിയത്തുമില്ല. നാരങ്ങ മിഠായി ഇട്ടുകൊണ്ട് നുണഞ്ഞോണ്ടിരിക്കുകയല്ലേ ഉള്ളോ. അതെ. ആ ഇവന്മാർക്ക് എങ്ങനെ പറയാനും അറിയത്തില്ല. ആ ഇവനൊക്കെ അത് വായില് അതിന്റെ വായി അതെ പഴവും തിരികൊണ്ടിരിക്കുകയല്ലേ ഉള്ളോ. ഈ പിണറായി വിജയൻ ഉൾപ്പെടെ ഇവരൊക്കെ എന്തിനാ ഈ അതെ നിയമസഭയിൽ പോയി ഇരിക്കുന്നേ? അതെ അതെ. ഇവനെ എന്തെങ്കിലും ചുമ്മാ കാര്യമുണ്ടോ? അതെ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ഒരു കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃഷി എങ്ങനെ അതെ. പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നുണ്ടോ? രാഹുൽ എവിടെ മാങ്കൂട്ടം സംസാരിക്കുന്നുണ്ട്, പക്ഷെ വേറെ ആരും സംസാരിക്കുന്നില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? അതെ. ഈ ഓ കേരളത്തിലുള്ള ജനങ്ങളെ എല്ലാം കുട്ടിച്ചോറാക്കി അതെ പഴയ കാലത്തെ കുടിയാൻ വ്യവസ്ഥിതി എന്ന ആ ഒരു രീതികളിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടത് ഉവ്വ ഇവരല്ലേ. ഉവ്വ. ആ ആ രീതിയിലായി. ആ രീതിയിലായി. ബംഗാളിനെ ഒരു പരുവാക്കി ഉമ്മന്. ആ അതുപോലെ ഇവിടവും കേരളമാണ്. ചേട്ടാ, ഒരു ബംഗാള് കാര്യം മനസ്സിലാക്കുക. എത്ര കോടി രൂപയാണ് ഇവര് PR വർക്കിന് വേണ്ടിയിട്ട് ഈ ഭരിക്കുന്ന അത് പാർട്ടി എന്തിനാ ചേട്ടാ ഇതുപോലെ തന്നെ പരസ്യങ്ങള്, ഫ്ലെക്സ് ബോർഡുകള് അതെ ഈ അതെ 10, 80, 85 വയസ്സുള്ള ഈ കിളവനെയൊക്കെ വലിയ ഹോർഡിംഗ് ബോർഡ് പിടിപ്പിച്ച്
10 ജൂവലറിയുടെ ഹോർഡിംഗ് ബോർഡ് പോലെ വലിയ ഹോർഡിംഗ് ബോർഡ് റോഡിന്റെ അരികോടൊക്കെ വെച്ചിട്ട് എന്തിനാ ഇത്ര പ്രദർശന വസ്തു ആക്കിയിരിക്കുന്നേ? പട്ടി പോയി അതിന്റെ അടിയിൽ പോയി മൂത്രം ഒഴിക്കുന്നുണ്ട്. പട്ടി പോയി. 80 കഴിഞ്ഞ് ഇവന് ഇനി വീട്ടിൽ പോയി ഇരിക്കാൻ മേലെ. ഈ തിരുവഞ്ചൂരാണെങ്കിൽ അവന് 80 കഴിഞ്ഞ് അവൻ എന്തിനു ഇനി വെക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട്. ഇങ്ങനെ ഈ കിളവന്മാരെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങിയാലേ രക്ഷപ്പെട്ടു. ഇവര് നാട് നന്നാക്കാനായിട്ടൊന്നുമല്ല, ഇവരുടെ കുടുംബം നന്നാക്കാനായിട്ടാ. ഈ 10 വർഷം നോക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ ഉണ്ടാക്കിയ ദാരിദ്ര്യത്തിന്റെ കൂത്തരങ്ങല്ലേ? അതെ, ഒരു നല്ല മുഖ്യമന്ത്രി ഏതെങ്കിലും വീടുണ്ടോ? ഏതെങ്കിലും വീട്ടുകാരുണ്ടോ കടമില്ലാത്തത് കേരളത്തില്? ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളൊക്കെ ഫീൽഡിൽ പോകുന്ന ആൾക്കാരാ. ദാരിദ്ര്യം കൊണ്ട് ഈ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം പൊറുതി മുട്ടിയുണ്ടല്ലോ. വിഷം മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ ജനങ്ങൾ ജീവിക്കുന്നത്. അതെ 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 അതെ. ഇന്ന് ഒന്നുമില്ല കിടന്ന് തമിഴ്നാടൊക്കെ നല്ല പുരോഗമിച്ചു. ഒന്നുമില്ല കിടന്ന് തമിഴ്നാട്ടിലൊക്കെ. ഇവിടെ നല്ല മുഖ്യമന്ത്രി വരാത്തത്. അതെ, അവിടെ നല്ല ഭരണാധികാരി ഉണ്ട്. അതുപോലെ ഇവിടെ നല്ലൊരു ഭരണാധികാരി വന്നായിരുന്ന ഈ നാട് രക്ഷപ്പെട്ടത്. ഈ മാങ്കോട്ടമൊക്കെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് സമ്മതിക്കുകയല്ലോ. ഇവരില്ലാത്ത വിഷയങ്ങൾ കാനഡയിൽ നിന്ന് സൂണം ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി തന്നെ. അതെ, ഇന്ന് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പം വരൂന്നാ പറഞ്ഞു. അതെ, ഇവന്മാര് പറഞ്ഞു കാനഡയില് അവിടെ ഐസ് കട്ടയുടെ അടി കുഴിച്ചിട്ടാക്കുക ഫോണം. അത് അതിന്റെ മുകളിലേക്ക് ഐസ് കെട്ടാണ് കണക്കിന് ഐസ് വന്ന് വീണ കാരണം അത് മാന്തി എടുത്തോണ്ടിരിക്കുക. അതെ, റിപ്പോർട്ടർ ചാനല് പറഞ്ഞത് അവൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അതുമായിട്ട് ഇന്ന് ഇവിടെ എത്തും. അവനെ പോലെ വിടക്ക് വേറെ ഉണ്ടോ ചേട്ടാ? റിപ്പോർട്ടർ അരുൺകുമാർ എന്തുകൊണ്ട് ഗണേഷ് കുമാർ ഈ പെണ്ണ് പിടിച്ചിട്ട് ഈ സ്ത്രീകളെ വീട്ടിൽ വരുത്തിയിട്ട് ഈ വേശ്യാവൃത്തി നടത്തി ഓരോ ദിവസം ഓരോരോ സാധനങ്ങളെ കൊണ്ടുവന്ന് മാറി മാറി പ്രയോഗിക്കുന്നതെന്നാ പറഞ്ഞത്. ഈ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് അവന് പറയാനായിട്ട് നാക്ക് പൊങ്ങിയല്ലേ ഈ മൊട്ട അരുൺകുമാർ. അവനെ ഇത് മുഴുവൻ ഈ പിണറായിയുടെ കാശ് മേടിച്ചോണ്ടുള്ള പരിപാടി. അവനെ ഒരു രക്ഷയില്ല. ഈ മാങ്കോട്ടത്തെ തകർക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം ഒത്തുകൂടിയിരിക്കുക. സാറ് പറഞ്ഞാല് സംശയമില്ലാത്ത കാര്യല്ലേ? എന്നാ അതിന് പറയുന്ന എസ് അല്ലേ? അതെ, എസ് സംഘം ഏതായാലും അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആരും നല്ല ഭംഗിയായിട്ട് പോട്ടെ. ഈ പോലീസൊക്കെ ഈ വിടുപണി ചെയ്യാനായിട്ടല്ലേ നടക്കുന്നേ? സത്യസന്ധമായിട്ട് ഈ പൂങ്കുഴലിനെ പോലെ ഒരാള് ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ഈ പണിയെടുക്കുന്നേ? നാളെ ഇവർക്കൊക്കെ സല്യൂട്ട് അടിക്കാനായിട്ട് പോയി നിൽക്കണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടൊക്കെ മുഖ്യമന്ത്രി ആയി വന്നു കഴിഞ്ഞാൽ ഈ പൂങ്കുഴലിയൊക്കെ നിന്ന് സല്യൂട്ട് അടിക്കണ്ടേ? അന്നേരം ഇവിടൊക്കെ ചൂളിപ്പോയി അല്ലേ? മാങ്കോട്ടത്തിന് സീറ്റ് കൊടുക്കുവോ? കിട്ടുവോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം ഞാൻ പറയുന്നേ. അയാൾ നിൽക്കാനുള്ള ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്രയും ചവിട്ടം ഉണ്ടായ സ്ഥിതിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവ് തെളിച്ചു കൊടുക്കണം. ആശ്രയിക്കാൻ പോലെ ഒരു പാർട്ടിനെ ആശ്രയിക്കാൻ പോലെ സ്വതന്ത്രനായിട്ട് അങ്ങ് നിൽക്കണം. അതെ, പക്ഷെ അവര് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഞാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നിക്കണം ഞാൻ പറയുന്നേ. നിക്കണം. ആ വിഷാരടിയെ കൊണ്ടുവരുന്ന ഷാപ്പിയുടെ ആളാ അവനെ. വിഷാരടി കഴിഞ്ഞ ഈ കേരളം മൊത്തം കോൺഗ്രസിന്റെ പദയാത്ര ഉണ്ടായിരുന്നല്ലോ. അതെ, ആ വ്യക്തിനെ ക്ഷണിക്കാൻ വരായിരുന്നോ? തെരുവിൽ ഇറങ്ങി പോരാടിയ ആളല്ലേ രാഹുൽ മാങ്കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തേലും ഈ നിയമയുദ്ധത്തില് പോലീസുകാർക്കെതിരായിട്ടും ഈ ഭരണവർഗത്തിനെതിരായിട്ടും പോരാടി എന്തേലും അടി കൊണ്ടു. സതീശൻ ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തല ഒരു മനുഷ്യത്വത്തിന്റെ ഒരു അല്പമെങ്കിലും ഒരു കണിക ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കാൻ വരായിരുന്നോ? അതെ, സതീശൻ 1 മണിക്കൂർ പോലും ജയിലിൽ കിടന്നിട്ടുമില്ല. അവനെ പോലീസിനല്ലോ അവനെ സൂഹിക്കാൻ വേണ്ടി തന്നെ നടക്കും. അത് തന്നെ അവൻ സുഖത്തിന് വേണ്ടി മാത്രം ഇതിന്റെ അകത്ത് കയറുക. അവൻ എല്ലാത്തിനെയും പിടിച്ച് അവന്റെ കയ്യിലാക്കി. കോൺഗ്രസ് ആനെ അവന്റെ കയ്യിൽ ഒതുക്കി അവൻ. അതെ ഇവരെല്ലാം ഇവിടെ പോകുന്നുണ്ട്. നീ വാളകത്ത് പോകുന്നുണ്ട്. നീ ഇതെല്ലാത്തിനും കൂട്ടി കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? അതാ ഉമ്മാരൊന്നും വാതർന്ന് ശബ്ദിക്കാതെ. ഈ രമേശ് ചെന്നിത്തലയൊക്കെ അവിടെയാണ്. അതെ, അവന് ഇതിന്റെ ആശാനം. പാർവതിശാന്തി അവിടെ
പറവൂര് ശാന്തയെ ഇപ്പൊ അവിടെ നിന്ന് ഒളിപ്പിച്ചു. എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പൊ അവളെ ഒളിപ്പിച്ചു. ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയത്തില്ല. അതും അറിയത്തില്ല. തനിക്കൊന്ന് കളഞ്ഞൊന്നും അറിയത്തില്ല. അതെ, അതും അറിയത്തില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഇനി അതിനെ പൊക്കോളൂ. എന്നാലും സുനീല് പറഞ്ഞേ അവരെ അന്വേഷിച്ചിട്ട് അവിടെ എവിടെയാന്ന് അറിയത്തില്ല. ഞാൻ സുനിലിനോട് ചോദിച്ചേ ശാന്ത എവിടെ ഉണ്ടോ? ശാന്തയെ പറ്റി ഒരു വിവരവും ഇല്ല, എവിടെയാന്ന് അറിയത്തില്ല. എങ്കിൽ ഈ സതീശന്റെ കാര്യം ഒന്ന് ഈ അന്തക്കമ്മയൊക്കെ അറിയത്തില്ല ഞാനോ? ശാന്ത പറഞ്ഞ തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ കള്ളപ്പോലെ വിളിക്കല. അതെ. അവള് തീരെ അലവലാതിയല്ല അവള്. ഇവന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ. സതീശന്റെ. അത് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസ് നേതൃത്വം ആരെങ്കിലും ചോദിച്ചോ ഇത് എന്നാ സതീശ തന്നെ കുറിച്ച് ഇതുപോലെ ഒരു അവിഖ്യാതി പടരുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഭരണവർക്കും ആരെങ്കിലും ചോദിച്ചോ? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ട ഇന്നലെ പത്രസമ്മേളനം നടത്തിയ പോലെ വേറെ ആരെങ്കിലും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഓരോ കാര്യങ്ങളും എണ്ണിയല്ലേ ചോദിച്ചത്. അതെ. അവന്റെ വായിന്ന് വരുന്ന എന്തെങ്കിലും ഉണ്ടോ മാങ്കൂട്ടത്തിന്റെ? അത് കഴിഞ്ഞ് ഞാൻ പത്തനംതിട്ട നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഇവനൊക്കെ ആരെങ്കിലും വോട്ട് കൊടുക്കോ ഇനി? ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നേ. അതെ. ഞാൻ പറയുന്ന അവനെതിരായിട്ട് ഈ രാമക്കൂട്ടം വന്ന് വെക്കണം. മാങ്കൂട്ടെ ഈ വീണയ്ക്കോ അവനോ എതിരായിട്ട് പാലക്കാട്ട് വെക്കണ്ട, വേറെ എവിടെയെങ്കിലും. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് സ്വന്തമായിട്ട് നിന്ന് പുള്ളി ന്യായീകരിക്കുന്ന കണ്ടില്ലേ? അതെ. ഭയങ്കര ചിരിച്ചോണ്ടാ പറയുന്നു. പിണറായി രക്ഷപ്പെടുത്തിന്ന് പറഞ്ഞു, അവളുമായിട്ട് വിഷയം തീർന്നെന്നാ. ഞാൻ മാപ്പ് പറഞ്ഞെന്നാ അവളോട്. ആരോട്? നമ്മളോട് ചെന്ന് ഇവൻ മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് പരാതിക്ക് പോണില്ല. അതുകൊണ്ട് കേസില്ല. ഇനിയിപ്പം പൊതുജന സമക്ഷത്തോട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ 112 വിളിച്ച് പരാതി പറഞ്ഞതിന് കംപ്ലൈന്റ് തന്നെയല്ലേ? ആ കംപ്ലൈന്റാ. പക്ഷെ ഇന്ന് ചെന്ന് അവൻ മെമ്പറോട് മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞപ്പോ അതുകൊണ്ട് രാജി വെക്കുന്നില്ലെന്നാ തീരുമാനിച്ചു. പിണറായി ആയിട്ട് സംസാരിച്ചു. ഞാനുകൾ തമ്മിലുള്ള വിഷയം തീർന്നു, പരാതി ഇല്ലെന്നും പറഞ്ഞു. പിണറായി അവിടെ വരാറുണ്ടായിരിക്കും, വാളകത്ത് വരാറുണ്ടായിരിക്കും. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കാണുമായിരിക്കും. അതെ, അതും അറിയത്തില്ല. പിണറായി കൂട്ടുകൊടുക്കാറുണ്ടോന്ന് അറിയാൻ പറ്റിയല്ലോ. അതെ, അവന്റെ പോകുമായിരുന്നു ഇത്ര പ്രായമായോണ്ട്. അല്ല, അങ്ങനെ കഴിവില്ലാത്തവനാണെങ്കിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ മന്ത്രിയായിട്ട്. അല്ല, ഇവന് ഇങ്ങനെ തളർന്നു പോയവനാണെങ്കിൽ ഇങ്ങനെ തളർന്നു കൂത്തി കിടക്കുന്നവനാണെങ്കിൽ വീട്ടിലിരിക്കാൻ മേലെ. അവന്റെ തളർന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവന് ഈ ബസ് കയറാൻ വരെ ലിഫ്റ്റ് വേണമായിരുന്നു. ലിഫ്റ്റ് അവന്റെ തളർന്നു കാണും. അവന് വല്ലോ കൈക്കിളിയ വല്ലതും ചെയ്യാനേ വല്ലതും സാധിക്കുള്ളൂ. അല്ല, ചേട്ടാ, ഈ ലിഫ്റ്റ് വെച്ച് അന്ന് ഈ കോൺഗ്രസ് നേതൃത്വം, ഈ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഈ തളർച്ച പിടിച്ച ഈ അടിക്കാമ്പ് തളർന്നു പോയവനൊക്കെ എന്തിന് ഈ ജനങ്ങളുടെ നികുതിപ്പണം വെച്ച് ഈ ബസ്സില് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന കേരളത്തിലെ ലിഫ്റ്റ് വെച്ച വണ്ടി? അതെ, 15 മന്ത്രിമാരെയും കൊണ്ട് നടക്കുക. പുള്ളി നടന്നിറങ്ങിക്കഴിഞ്ഞാല് ഉണ്ട ഇടിക്കും, ഇടിമിന്നലുണ്ടാവും. പിണറായി ഡബിൾ ചങ്ക. ഡബിൾ ചങ്ക. ഇവനെയൊക്കെ ഈ കേരളത്തെ കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ടവൻ സംശയമില്ലാത്തവൻ. അതെ, ഉമ്മൻചാണ്ടിയെ കൊന്നു, ചന്ദ്രശേഖരനെ കൊന്നു, ചന്ദ്രശേഖരനെ കൊന്നു. പി ശശിനെ എടുത്തിട്ടുണ്ട് പാലക്കാടിന്. അതെ, വിഷാരടി ആയിരിക്കും അവിടെ. വിഷാരടിയെ ഈ ഷാപ്പിയുടെ വലിയ കമ്പനിയാ അവന്. ഷാപ്പിയുടെ വലിയ കമ്പനിയാ വിഷാരടി. അവന്റെ ഇലക്ഷന് ഇവനുണ്ടായിരുന്നു. അവന്റെ അവിടെ ഇലക്ഷനല്ല, ഈ നിയമസഭയ്ക്കും മറ്റേ പാർലമെന്റിനൊക്കെ വിഷാരടി പല യോഗത്തിലും ഞാൻ കണ്ടായിരുന്നു യൂട്യൂബില്.
അത് വെച്ചുള്ള ഈ ഹാപ്പിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിലാണെന്നാ എന്റെ വിശ്വാസം മുഴുവൻ. അപ്പൊ മാങ്കൂട്ടത്തിന് എതിർക്കാനും പറ്റില്ല. ഓഹോ, ഷാപ്പി അവര് തമ്മിൽ ഒരു ശരീരം ആത്മാവ് പോലല്ലേ. അതെ 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 അതെ. ആ ഷാപ്പിക്കാ പറഞ്ഞ അവന് വേറെ ഒന്നും ചെയ്യാല. എന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര സംഭവം ഉണ്ടായിട്ട് ഈ കോൺഗ്രസ് നേതൃത്വം ഷാപ്പി രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അങ്ങ് മാറി നിൽക്കട്ടെ. വേറെ ആരെങ്കിലും ഈ വ്യക്തിനെ കുറിച്ച് ഒന്ന് ശുപാർശ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഈ കോൺഗ്രസിനെ തകർക്കാനായിട്ടാണ്, ഈ കോൺഗ്രസിനെ തച്ചടയ്ക്കാനായിട്ടാണ്, തകർക്കാനായിട്ടാണ്, ഇല്ലായ്മ ചെയ്യാനായിട്ടാണ്, ഈ കള്ള പീഡന പരാതിയായിട്ട് ഇവരെല്ലാം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ? പിന്നെ ഇവര് അണികളെ എങ്ങനെ സംരക്ഷിക്കും? ഈ കേരളത്തിലെ അണികളെ ഇവരെങ്ങനെ സംരക്ഷിക്കും? ഒരു നേതൃത്വ പാഠം ഇവർക്കുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞ ഇവന്റെ കൂടെ നിന്ന ഷാപ്പി വരെ അനങ്ങിയില്ല. അവനെ ഇറങ്ങിയില്ല. വിശ്വനാഥ് ഇവന്റെ വലിയ കമ്പനി. അവന്മാരെ പക്ഷെ ഒരു കാര്യം സത്യ, ഷാഫിക്കാണ് ഇതുപോലെ അനുഭവം വരുന്നുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം നീറുപോലെ അവനിട്ട് അടി കിട്ടിയപ്പോ അവിടെ ഓടിച്ചെന്നു അവനാ അടി ചെയ്ത് അവന് ആശുപത്രി കിടന്നപ്പോ. അതിന് മനുഷ്യത്വം വേണം, മനുഷ്യത്വം വേണം. എന്നാലും ഇങ്ങനെ പ്രവർത്തിക്കാൻ തോന്നുള്ളൂ. അവന്റെ മൂക്കിന്റെ പാലം പൊട്ടിയപ്പോഴേ ഇവൻ ഓടിച്ചെന്ന് അവിടെ ചെന്ന DSPക്ക് മുന്നറിയിപ്പ് കൊടുത്തു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിവുള്ള ഒരു നേതാവ് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കിട്ടാനുള്ള സ്ഥാനമാനങ്ങൾ നട്ടു പോവോ? തന്റെ പദവി ജനങ്ങളുടെ മുമ്പില് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തനിക്ക് താൻ പ്രതീക്ഷിക്കുന്ന എല്ലാരും ഈ ഭരണക്കസേര ആഗ്രഹിക്കുന്നത്, എല്ലാരും മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്നത്. അത് ഈ രാഷ്ട്രീയത്തില് അങ്ങനെയാണ്. മുരളീധരൻ വരെയുടെ ഈ മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത്. ഇവർക്കൊക്കെ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. അത് ആരെ ചവിട്ടിയിട്ടാണേലോ, ആരെ ഫ്ലാഷ് ചെയ്തിട്ടാണേലോ, ഏത് പീഡന വിഷയത്തെ കുരുക്കിയിട്ടാണേലും കുഴപ്പമില്ല. സ്വന്തം കാര്യം. അതെ, അതാണല്ലോ ഈ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. റഷ്യയിലൊക്കെ വെടിവെച്ച് കൊന്നച്ചല്ലേ അടുത്തവൻ കേറുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില്. അതെ, അതുപോലെ ഇത് ജനാധിപത്യമേ ഉള്ളൂ. ഒരു പാർട്ടി സ്നേഹം ഇല്ലാത്ത ഒരു വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാന്നേ പറയുള്ളൂ. അതെ, അത് വളരെ ശരിയല്ലേ, നമുക്കറിയാമല്ലോ. പക്ഷെ ഇപ്പൊ ഈ ഗണേശന്റെ ഈ സംഭവം ഉണ്ടായിട്ട് പാർട്ടി CPI എന്ന് പറഞ്ഞ പാർട്ടി ചേർത്ത് പിടിച്ചല്ലോ. ഇത്രോ സംഭവം ഉണ്ടായിട്ട് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞ് ആ പരാതി ഉന്നയിച്ചു. ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ. അതുപോലെ തന്നെ പോലീസ് പരാതിപ്പെട്ടു. ഇത്രയൊക്കെ സംഭവ ബഹുലം ഉണ്ടായിട്ടുള്ള കാര്യങ്ങള് അതിജീവിത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ്. അതെ, എന്നിട്ട് എത്ര പെണ്ണുങ്ങൾ ഇറങ്ങി, എത്ര പെണ്ണുങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് അവര് സുരക്ഷിതയാണോ? ഞാനൊരു കാര്യം പറയും, ഇന്നല്ലെങ്കിൽ നാളെ അവരെ ഈ ഗണേഷ് കുമാർ തകർത്ത് കളഞ്ഞിരിക്കും, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിരിക്കും. ഒട്ടും സംശയമില്ല. ആ സ്ത്രീനെ നശിപ്പിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റിൽ പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങളോ. ഇപ്പം കിടപ്പില്ലേ, സരിത കിടപ്പില്ലേ, ആ അവസരക്കായി കളയും. അതെ, ഇവളെ തട്ടിക്കളയും. ഉറപ്പല്ലേ? ഉള്ള കാര്യങ്ങള് തുറന്നു പറഞ്ഞ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു അവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബിന്ദുവിന് കൊള്ളാം. അതെ, ബിന്ദു ഇല്ല, അല്ല അവളെ തട്ടിക്കളയും. അത് തന്നെ ഉറപ്പാ. ഇവനെ അതല്ല അതിന്റെ അപ്പുറം ചെയ്യുന്നവനോ. അത് തന്നെ ജീവിച്ചിരിക്കുന്ന അതിജീവിതയാ. ഇവന്റെ ഗുണ്ടായുസവും ഇവന്റെ കുതന്ത്രവുമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നടപാടുന്നത്.